ഭാവിയിലെ മിസൈൽ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ തങ്ങളുടെ ഡേവിഡ് സ്ലിംഗ് അഥവാ ദാവീദിന്റെ കവണ എന്നറിയപ്പെടുന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ സങ്കീർണമായ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. 2025 ജൂണിൽ ഇറാനുമായി നടന്ന യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് പുതിയ പരീക്ഷണങ്ങൾ നടത്തിയത്. നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ അത്യാധുനിക മിസൈൽ ഭീഷണികളെ നേരിടുവാൻ ഈ സംവിധാനത്തെ സജ്ജമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 40 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള റോക്കറ്റുകൾ, മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, വിമാനങ്ങൾ എന്നിവയെ തകർക്കുവാൻ ശേഷിയുള്ളതാണ് ഡേവിഡ് സ്ലിംഗ്. ഇസ്രായേൽ പ്രതിരോധ കമ്പനിയായ റാഫേലാണ് ഇത് നിർമ്മിക്കുന്നത്. ഇസ്രായേലിന്റെ മൾട്ടി ലെയർ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ മധ്യനിരയിലാണ് ഡേവിഡ് സ്ലിംഗ് വരുന്നത്. ഹ്രസ്വദൂര പ്രഹരശേഷിയുള്ള അയൺ ഡോം, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ നേരിടുന്ന ആരോ എന്നീ സംവിധാനങ്ങൾക്കിടയിലാണ് ഇതിന്റെ പ്രവർത്തനം. ഡേവിഡ് സ്ലിംഗ് മിസൈലുകളുടെ നവീകരണം ഇസ്രായേലിന് സാമ്പത്തികമായും ഗുണകരമാണ്. ഇതിന്റെ ഒരു മിസൈലിന് ഏകദേശം $10 ലക്ഷം ചെലവ് വരുമ്പോൾ ആരോ 3 സംവിധാനത്തിന് $25 ലക്ഷം ചിലവ് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇറാനുമായുള്ള സംഘർഷത്തിനിടെ 1500 കിലോമീറ്റർ അകലെ നിന്ന് വന്ന മിസൈലുകളെ പോലും ഈ സംവിധാനം വിജയകരമായി തകർത്തിരുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്തുന്ന വേളയിലാണ് പ്രതിരോധ മന്ത്രാലയം ഈ നിർണായക പരീക്ഷണ വിവരം പുറത്തുവിട്ടത്.